നിർണായകമായ ഒരു വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് 3 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷെ അതിലപ്പുറം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി ആ വാർത്താ സമ്മേളനത്തിൽ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിയ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം, അതായത് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭ്യമാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ രാഹുൽ ഗാന്ധി 6 മാസം എടുത്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകാനായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. അത് നൽകിയില്ല. അതിന് പകരം പേപ്പറിലാണ് നൽകിയത്. അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ആ വാർത്താ സമ്മേളനം, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. ഈ അടി ഉയരത്തിൽ കിടക്കുകയാണ് പേപ്പറുകൾ. അതെല്ലാം ഓരോന്നായി പരിശോധിച്ചാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനം നൽകിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭ്യമാക്കാത്തത്, മറച്ചു വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ തെളിവുകൾ CCTV നശിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 45 ദിവസം കഴിഞ്ഞു. അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ട എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു, അത് ആരുടെ നിർദ്ദേശമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വ്യാജ വോട്ടിംഗും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കലും നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ആരാണ് പരിശോധിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിന് ഒരു ഉത്തരവാദിത്വവുമില്ലേ? ഇത് ആരാണ് പരിശോധിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. നാലാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? നോക്കൂ, ഇങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വാഭാവികമായും വേണമെങ്കിൽ അതിൽ മറുപടി നൽകാം. അതിന് പകരം രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ മറ്റു ഇന്ത്യ സഖ്യ നേതാക്കളെയും ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവർ പറയുന്നത് വ്യാജമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് അനുരാഗ് ഠാക്കൂർ, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. വയനാട്ടിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് BJP നേതാവ് പറഞ്ഞപ്പോൾ ക്രമക്കേടുണ്ടെന്ന് പ്രതിപക്ഷം മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ മൗനമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അഞ്ചാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റായി മാറിയോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വരുന്നത് കേന്ദ്ര സർക്കാരും കേന്ദ്രമന്ത്രിമാരുമാണ്, BJP നേതാക്കളാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വേണ്ടി വക്താക്കളായി എന്തുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ, കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാർ വരുന്നത് എന്ന ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് വൈകിട്ട് 3 മണിക്ക് നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്.